ഹലോ എവ്രി വൺ, നമസ്കാരം. സൗമ്യാസ് ആർട്ട് ഓഫ് കുക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ റെസിപ്പിയാണ്. ഇതിൻ്റെ പേര് അസ്ത്രം. അസ്ത്രം എന്ന് വെക്കുമ്പോൾ എന്തൊക്കെയോ സംഭവമാണെന്ന് വിചാരിക്കേണ്ട. ഇതൊരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഒരു നാടൻ റെസിപ്പിയാണ്. കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ കാവത്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഏകദേശം ഒരു 300 ഗ്രാം വരുന്ന രീതിയിൽ ചേന എടുത്തിട്ടുണ്ട്. അതുപോലെ ചേമ്പ് ഏകദേശം 300 ഗ്രാം വരുന്ന പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് പുറമെ ഞാൻ എടുത്തിരിക്കുന്നത് പാൽ ചേമ്പാണ് കേട്ടോ. പിന്നെ ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ചെറിയ ഉള്ളി, ഒരു വെളുത്തുള്ളി. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എരിവ് ഒരുപാട് കുറവ് മതിയെങ്കിൽ വളരെ കുറവ് പച്ചമുളക് എടുത്താൽ മതി. അല്ല, അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 എടുത്തോളൂ. നിങ്ങൾ കുറച്ചും കൂടി എരിവ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ 2 പച്ചമുളക് കിട്ടാൽ മതി കേട്ടോ. കാരണം 1/2 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഞാൻ അത്യാവശ്യം കുറച്ച് ജാസ്തി ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം, കാരണം എനിക്കിത് വെറുതെ കഴിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ രാത്രിത്തെ ഡിന്നറായിട്ട് ഇത് മാത്രം അങ്ങനെ കഴിക്കും. ഇന്ന് വീട്ടിൽ വിഷുക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വിഷുക്കഞ്ഞിയോടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അസ്ത്രം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് പക്ഷേ ചോറിൻ്റെ കൂടിയും കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിന് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു ജാർ എടുക്കുക, അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാൻ മുളക് പൊടി അരക്കണേൻ്റെ കൂട്ടത്തിലിടണം കേട്ടോ. മുളക് പൊടി, ഉപ്പ്, ഒരു പകുതി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, അതുപോലെ ജീരകം, വെളുത്തുള്ളി, അതുപോലെ ചെറിയ ഉള്ളി, ഞാനിത് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുക. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. ഞാനിപ്പോൾ അങ്ങനെയാണൊന്ന് അരച്ചെടുക്കാൻ പോകണം. അതിൽ മഷി പോലെ ഒന്ന് അരച്ചെടുക്കണം. പക്ഷേ വെള്ളം ചേർക്കണ്ട കേട്ടോ. എന്തായാലും നമ്മൾ വേവിക്കാനിടുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവുമല്ലോ, അത് മതിയാവും. വെള്ളം ചേർത്ത് അരച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇത് മുഴുവൻ കിഴങ്ങ് വർഗ്ഗങ്ങളാണല്ലോ, അപ്പോൾ ആ ഒരു കൊഴുപ്പ് എങ്ങനെ പോയാലും ഉണ്ടാവും. സോ ഞാൻ പക്ഷേ വെള്ളം ചേർക്കാണ്ടാണ് ഇതിപ്പോൾ അരച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാവത്തിട്ട് കൊടുക്കാം. ഞാനത് കഴുകി വെച്ചതായിരുന്നു, പക്ഷെ എന്നാലും ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ടാണ് ഇടുന്നത്. ഇത് 2-3 പ്രാവശ്യം കഴുകി വെച്ചതായിരുന്നു കേട്ടോ. ഇതിലേക്കിനി ചേന ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചേമ്പ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഏകദേശം ഒരു മീഡിയം സൈസ് പീസസ് ആയിട്ടാണ് മുറിച്ചിരിക്കണേ. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഉടയ്ക്കാനും കുറച്ച് എളുപ്പം ഇങ്ങനെ ഇടുമ്പോഴാണ്. അപ്പോൾ ബാക്കിയുള്ള മഞ്ഞപ്പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഓൺ ചെയ്യാം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ട് വേവട്ടെ. ഇത് നന്നായിട്ട് വെന്ത് വരണം. നമുക്കിത് ഒന്ന് ഉടച്ചു കൊടുക്കാൻ പറ്റുന്ന പാകത്തിൽ അത്രയ്ക്ക് വേവണം കേട്ടോ. അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ വെള്ളം വേണ്ടി വരും. പിന്നെ
നമ്മൾ കഞ്ഞിക്കാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അധികം പുളിപ്പിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അല്ല ഇപ്പോൾ നിങ്ങൾ ചോറിൻ്റെ കൂടെയാണ് ഈ അസ്ത്രം ഉണ്ടാക്കണമെങ്കിൽ ഇതിൽ ഒരു മാങ്ങ മുറിച്ചിട്ടാൽ മതി. അപ്പോൾ ലേശം പുളിപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയും ഇത് കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മളിത് വെറുതെ കഴിക്കാനോ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂടെ കഴിക്കാനോ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ മാങ്ങയുടെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ കഞ്ഞിയുടെ കൂടെ ആയതുകൊണ്ട് ഞാൻ മാങ്ങ ഇടുന്നില്ല. അപ്പോൾ നന്നായിട്ട് ആയി വരട്ടെ. ഇത് ശരിക്കും മധ്യ തിരുവിതാംകൂറിലെ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാനൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്, വെന്ത് വരട്ടെ. ഇത് ശരിക്കും രാവിലെ കഞ്ഞിയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കുന്ന ഒരു റെസിപ്പിയാണ്. നമുക്കിതിനി ഈ അടപ്പ് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇനി തുറന്നു വെച്ചിട്ട് തന്നെ വേവിച്ചാൽ മതി തോന്നും. ഏകദേശം ഇതിപ്പോൾ അരവേവ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് തുറന്നു വെച്ചിട്ട് തന്നെ വേവിക്കാം. ഇനി വെള്ളം കുറച്ചൊന്ന് വറ്റും വേണമല്ലോ. നോക്കുമ്പോൾ ചേമ്പ് വെന്തിട്ടുണ്ട്, പക്ഷേ കാവത്തും ചേനയും വെന്തിട്ടില്ല. അതിന് കുറച്ച് വേവ് കൂടുതലുണ്ടല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് വേവട്ടെ, വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത് ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തവി എടുത്തിട്ട് ഇതിനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഒരുപാട് ഉടയ്ക്കേണ്ട. എനിക്ക് അങ്ങനെ മുഴുവനായിട്ട് ഉടച്ചു കൊടുക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമാണ്. അല്ല, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കടിക്കുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മുഴുവൻ ഉടച്ചു കൊടുത്തോളൂ. ഞാനത് കുറച്ച് ഭാഗം ഉടച്ചു കൊടുക്കും. ബാക്കിയുള്ളത് എനിക്ക് കടിക്കാൻ കിട്ടുന്ന പോലെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഒരു 5-10 മിനിറ്റ് ടൈം എടുക്കും ഇതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാൻ. നമ്മൾ ആ കഞ്ഞിലൂടെ കഴിക്കുന്ന സമയത്ത് കുറച്ച് കുറുകിയിരിക്കില്ലേ, അതാകുമ്പോൾ അങ്ങനെ എടുത്ത് കഴിക്കാനൊക്കെ എളുപ്പമാണ്. വെള്ളം പോലെ കൂട്ടാൻ പോലെ അല്ലല്ലോ നമ്മൾ കഴിക്കുക. അപ്പോൾ കുറച്ച് കുറുകിയിരിക്കണം. അപ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെയും അത് ഇരുന്ന് കുറുകും, കാരണം നമ്മളിങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇത്രേ ഉടച്ചു കൊടുക്കുന്നുള്ളൂ. ഞാൻ ഇതിൽ കൂടുതൽ ഉടച്ചു കൊടുക്കുന്നില്ല. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ മിശ്രിതം ഇട്ട് കൊടുക്കുക. അതായത് തേങ്ങയും നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ചതച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഫ്ലെയിം ഒന്ന് കുറയ്ക്കുകയാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു 2 മിനിറ്റ് നേരം ഇതിൽ കിടന്നിട്ടൊന്ന് വേവണം. ഞാൻ ആ വേവുന്ന നേരം വരെ ഇതിങ്ങനെ ഉടച്ചു കൊടുത്തുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ ഇതിൻ്റെ ഉപ്പ് മതിയോ നോക്കട്ടെ കേട്ടോ. ഉപ്പ് കുറവുണ്ട്. ഇതിലേക്ക് വേണ്ട കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഞാനൊരു ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിക്കുകയാണ്. എന്നിട്ട് ഇതിനെ മാറ്റാൻ പോവുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അസ്ത്രം കടുക് വറുത്തിട്ടും കടുക് വറുക്കാതെയും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പക്ഷേ കടുക് വറുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ കടുക് വറുക്കേണ്ട സാധനങ്ങൾ കാണിക്കാതിരുന്നത്. ഞാനിതിനെ മാറ്റിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് നമുക്ക് കടുക് വറുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുകിടുക.
ഒരു 2 ഉണക്കമുളക് ഇടുക. ഈ കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കറിവേപ്പില ഇട്ടു. ഇനി നമുക്കിതിനെ അസ്ത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണം. കഞ്ഞിയുടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനുള്ളൊരു ഓപ്ഷൻ. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസസോ സജഷൻസോ എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ റെസിപ്പി നല്ലൊരു റെസിപ്പിയായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നാളെ ഒരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. ഇതിൻ്റെ ക്ലോസ് വ്യൂ ഞാനതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ.